ഫുട്ബോൾ ലോകകപ്പ് ഫൈനലിന് ശേഷമുണ്ടായ അക്രമ സംഭവങ്ങളിലും സെമി ഫൈനലിലെ ബാനർ വിവാദത്തിലും അർജന്റീനയ്ക്കെതിരെ കടുത്ത നടപടി സ്വീകരിച്ച് ഫിഫ. അർജന്റീന മിഡ്ഫീൽഡർ ലിയാൻഡ്രോ പാരഡസിന് 10 മത്സരങ്ങളിൽ വിലക്കും $900 ഏകദേശം 86 ലക്ഷം രൂപ പിഴയും ഫിഫയുടെ ഡിസിപ്ലിനറി കമ്മിറ്റി ചുമത്തി. ജൂലൈ 19 ന്യൂയോർക്ക് ന്യൂജേഴ്സി സ്റ്റേഡിയത്തിൽ നടന്ന ലോകകപ്പ് ഫൈനലിൽ സ്പെയിനോട് തോറ്റതിന് പിന്നാലെ കളിക്കാർ തമ്മിൽ നടന്ന കയ്യാങ്കളിയെ തുടർന്നാണ് നടപടി. നഹുവേൽ മൊളീന, തിയാഗോ അൽമാഡ എന്നിവർക്കും പിഴയും വിലക്കുമുണ്ട്. മൊളീനയ്ക്ക് 7 മത്സരങ്ങളിൽ വിലക്കും $900 പിഴയും ചുമത്തി. തിയാഗോ അൽമാഡയ്ക്ക് 1 മത്സരത്തിൽ വിലക്കും 28 ലക്ഷം രൂപ പിഴയും ചുമത്തി. അർജന്റീനയുടെ സഹപരിശീലകൻ റോബർട്ടോ അയാളയ്ക്കും ശിക്ഷയുണ്ട്. 3 മത്സരങ്ങളിൽ വിലക്കും 28 ലക്ഷം രൂപ പിഴയുമാണ് ചുമത്തിയത്. അക്രമ സംഭവത്തിൽ ഉൾപ്പെട്ട സ്പാനിഷ് താരം ഗാവിക്കും ശിക്ഷ വിധിച്ചു. കയ്യാങ്കളിയിൽ പങ്കാളിയായതിന് 1 മത്സരത്തിൽ വിലക്കും 28 ലക്ഷം രൂപ പിഴയുമാണ് ഫിഫ ചുമത്തിയത്. അതേസമയം ഇംഗ്ലണ്ടിനെതിരായ സെമി ഫൈനൽ ജയത്തിന് ശേഷം ലാസ് മാൽവിനാസ് സോൺ അർജന്റീനാസ് എന്നെഴുതിയ ബാനർ പ്രദർശിപ്പിച്ചതിനും ആരാധകരുടെ വിവേചനപരമായ പെരുമാറ്റങ്ങൾക്കും AFAക്ക് 3 കോടി രൂപ പിഴ ചുമത്തി. ഇതിനു പുറമെ അർജന്റീനയുടെ അടുത്ത ഹോം മത്സരം സ്റ്റേഡിയത്തിന്റെ 50% ശേഷിയിൽ മാത്രമേ കാണികളെ പ്രവേശിപ്പിച്ച് നടത്താവൂ എന്നും ഫിഫ നിർദ്ദേശിച്ചിട്ടുണ്ട്.